ഹലോ, ഹായ്. ഈ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? ഈ യാത്ര കൊച്ചിയിലേക്കാണ്. ഡേ ഒരു മേക്കപ്പ് സെമിനാറുണ്ട്. അതിന് പോവുകയാണ്. അവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള YMCA ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കാണാം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ കൊണ്ടാണ് നമ്മളെല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് മുന്നേ നമ്മളെ ബാച്ചെല്ലാം അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ബാച്ച്. ഷിഫാന, നിത്യ ചേച്ചി, ആ തൊട്ടപ്പുറത്തിരിക്കുന്ന സുവർണ ചേച്ചി, സജിത. ഷിഫാനയുടെ അപ്പുറത്തിരിക്കുന്ന ആളാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഇടാൻ വേണ്ടി എനിക്ക് സപ്പോർട്ടൊക്കെ തന്ന ചേച്ചി, അനുചേച്ചി. അനുചേച്ചിയാണ് ഉറങ്ങിക്കിടന്ന എൻ്റെ ചാനലിനെ ഇത്രയും ഉണർത്തിയത് അനുചേച്ചിയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നത് ജാൻമണി ദാസാണ്, ബിഗ് ബോസിലെ ആളിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഡിയർ സ്കിൻ കമ്പനിയാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആളെത്തി. Welcoming Kerala's very first celebrity makeup artist, Ms. Janmani Das. നമുക്കൊരു മൗന പ്രാർത്ഥനയോട് കൂടി നമ്മുടെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എവരിവൺ പ്ലീസ്. അങ്ങനെ മേക്കപ്പിനായിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഭദ്രദീപം തെളിയിക്കലാണ്. ഈ പ്രോഗ്രാം കോർഡിനേഷൻ ചെയ്തേക്കുന്നത് ഡിയർ സ്കിന്നുകാരാണ്. അവരുടെ ഫസ്റ്റ് ടൈം എറണാകുളത്തുള്ള ക്ലാസ് ആണെന്നാണ് അവർ പറഞ്ഞത്. അവർ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടാണ് സാധാരണ ക്ലാസ്സൊക്കെ വെക്കാറ്. കൊച്ചിയിൽ ആദ്യമായിട്ടാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒന്ന് കാണാം. നമ്മളെ കൂടെ പഠിച്ച ആൾക്കാരെയും നമ്മൾ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്, എല്ലാവരെയും ഒന്ന് കാണാം എന്നുള്ള ഉദ്ദേശം കൂടെ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ ഈ ക്ലാസ്സിന് ബുക്ക് ചെയ്ത് പോയത്. എല്ലാവരെയും കാണാൻ പറ്റിയില്ലെങ്കിലും അതിൽ 7 പേരെയൊക്കെ കാണാൻ പറ്റി. അത് വലിയൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ഭദ്രദീപം തെളിയിക്കലൊക്കെ കഴിഞ്ഞു. ഫോട്ടോ സെക്ഷനൊക്കെയാണ്. ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ മേക്കപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ സാരി ഡ്രേപ്പിംഗ് കാണാം എന്നുള്ള ആകാംക്ഷയിലാണ് നമ്മൾ പലരും ഇരുന്നത്. പക്ഷേ സാരി ഡ്രേപ്പ് ചെയ്ത് ബോക്സ് പ്ലീറ്റ് ചെയ്താണ് കൊണ്ടുവന്നത്. പിന്നെ സാരി ഉടുക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. കാരണം പ്രോഗ്രാം പറഞ്ഞതിനേക്കാളും ഒരു അരമണിക്കൂർ താമസിച്ചിട്ടാണ് തുടങ്ങിയത്. 3 ബ്രൈഡിനെ കാണിക്കാനുള്ളത് കൊണ്ട് നമുക്ക് 5 മണിക്ക് ഫിനിഷ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് സാരി ഡ്രേപ്പ് ചെയ്തത് കൊണ്ടുവന്ന് ബ്രൈഡിനെ ഉടുപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ലൈവായിട്ട് സാരി ഉടുപ്പിക്കുന്ന കാണാൻ പറ്റിയിട്ടില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് ജാൻ. നല്ല നമ്മൾ വീട്ടിലുള്ള ഒരാളിനോട് സംസാരിക്കുന്ന അത്രയും അറ്റാച്ച്മെൻറ്റിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മൾ ജാൻ എന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് എവിടെ നിന്നാലും ആൾ വിളിയേറ്റിട്ടുണ്ട്. നമ്മൾ പറയുന്നതിന് തിരിച്ച് റിപ്ലൈയും തരുന്നുണ്ട്. നമ്മൾ ആ ഡയലോഗ് ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനോട്. പക്ഷേ പിന്നെ പറയാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ സാരി ഉടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബോക്സ് പ്ലീറ്റ് ചെയ്ത് കൊണ്ട് വന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ സാരി ഉടുത്ത് കഴിഞ്ഞിരുന്നു. പിന്നെ ജാൻ പറയുന്നുണ്ട് ബ്യൂട്ടീഷ്യന്മാരെല്ലാവരും ഒരുപാട് പിന്ന് ഉപയോഗിച്ചാണ് സാരി ഉടുക്കുന്നതെന്ന്. പക്ഷേ ജാൻ 3 പിന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ സാരിയിൽ. പക്ഷേ ആ 3 പിന്ന് വെച്ച് തന്നെ നല്ല മനോഹരമായിട്ട് ജാൻ സാരി ഉടുപ്പിച്ചു. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ജാനിൻ്റെ മേക്കപ്പ് തുടങ്ങാൻ പോവുകയാണ്. ഒരു മാജിക്കൽ മേക്കപ്പ് എന്ന് പറയാം.
വളരെ കുറച്ച് പ്രോഡക്റ്റ് വെച്ച് മാക്സിമം വളരെ മനോഹരമായിട്ടൊരു മേക്കപ്പ് എങ്ങനെയെന്നാണ് ജാൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു മേക്കപ്പ്. ഒരുപാട് റേറ്റൊന്നും ഇല്ലാത്ത, അതായത് നമ്മൾ വാങ്ങിക്കുന്ന ആ മേക്കപ്പ് ഐറ്റംസിനേക്കാളും റേറ്റ് കുറവുള്ള പ്രോഡക്റ്റ് വെച്ച് മാക്സിമം മനോഹരമായിട്ട് മേക്കപ്പ് എങ്ങനെ ചെയ്യാം എന്ന് ജാൻ പഠിപ്പിച്ചു തന്നു. വളരെ നല്ല ക്ലാസ്സായിരുന്നു. നമ്മൾ വേറെ എവിടെ പോയി ചെയ്യുന്നതിനേക്കാളും നമുക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പിടിച്ചിട്ട് ആ ലാഷസ് ഇടന്ന് കണ്ടോ? ബ്ലാക്ക് അടിച്ചിട്ട് ഈ ജസ്റ്റ് ഈ ഭാഗത്ത് തന്നെ മതി. കാരണം അതിൽ തന്നെ ചിലപ്പോൾ ആ ഓയിലിൽ ഇതാവും ലാഷസ് കൂടിയിട്ട്. ജാനിൻ്റെ ഐ മേക്കപ്പൊക്കെ വളരെ നല്ലതായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. ഇത് ജാനിൻ്റെ മകനാണ്. സ്റ്റുഡന്റ് ആണ്, എല്ലാമാണ്. സിസ്റ്ററിനെ പറ്റി പറയുമ്പോൾ ജാനു മാമിന്റെ ഒരു 1000 നാവാണ്. ആക്ച്വലി ഇന്നലെ ഞങ്ങൾ സംസാരിച്ച സമയത്ത് എത്ര സുന്ദരനോട് മോനുണ്ടെങ്കിൽ എത്ര അഹങ്കാരം, അതുപോലെ എത്ര വലിയ ആർട്ടിസ്റ്റാണ്. എനിക്ക് എപ്പോഴും അഹങ്കാരം ജോലി ചെയ്യുന്നത്. അതിന്റെ കാര്യത്തിൽ തെറ്റം പറഞ്ഞില്ല. ഞാൻ എന്റെ സാലറി കഴിഞ്ഞ 3 മാസം ഉറങ്ങാൻ പറ്റില്ല. ഇതിന് എന്റെ കൂടെ ഉറങ്ങിയില്ല. ആ പറഞ്ഞില്ല എന്റെ ചർമ്മ സെറ്റം പറഞ്ഞ അതിനാണ് ദൈവം അത്ര ഗ്രോത്ത് തന്നെ. എനിക്ക് എപ്പോഴും ഹാപ്പിനെസ് കണ്ടിട്ട് അത്ര കഷ്ടപ്പെട്ട് സ്വന്തം നമ്മളെ പഠിച്ച് തടമായി മാത്രം പറ്റത്തുള്ളൂ. അത് പിരിച്ചിട്ട് മേലിലേക്ക് കയറുന്ന വരി നമ്മളുടെ അറിയാം. ആ വരി സ്വന്തം പിരിച്ചിട്ട് മേലിലേക്ക് എത്തുന്ന ആ ഒരു സ്ഥലത്തെത്തി സ്വന്തം വീട് എല്ലാം വാങ്ങിച്ചിട്ട് ഇതാണ് എന്റെ മോൻ. ഒരു അത് ചേരി 3 ചേരി ഓക്കെ. അങ്ങനെ ഹിന്ദു ബ്രൈഡിൻ്റെ മേക്കപ്പ് ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിൽ പോയ ഒരുപാട് അനുഭവങ്ങളൊക്കെ ജാൻ ഇതിനിടയ്ക്ക് നമ്മളോട് പങ്കുവെച്ചു. ഭയങ്കര തമാശക്കാരിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നല്ല തമാശയോടുകൂടിയാണ് തിരിച്ചും പറയുന്നത്. അങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് വന്നപ്പം ക്രിസ്ത്യൻ ബ്രൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടേ ലഞ്ച് ബ്രേക്ക് ഉള്ളൂ. പക്ഷേ ലഞ്ചിൻ്റെ ടൈം ഒരുപാട് കഴിഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് ആ മേക്കപ്പിൻ്റെ ക്ലാസ്സിൻ്റെ ഇതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു തോന്നലൊന്നും തോന്നിയില്ല. പക്ഷേ നമുക്ക് എത്രയും പെട്ടെന്ന് തീർത്തു തരാം എന്ന് ജാൻ വാക്ക് പറഞ്ഞു. അതുപോലെ തന്നെ മിനിറ്റുകൾ കൊണ്ടാണ് ക്രിസ്ത്യൻ ബ്രൈഡിനെയും വളരെ മനോഹരമായ രീതിയിൽ മേക്കപ്പ് ചെയ്തത്. ഫ്രീ ഹെയർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫ്രണ്ടിൽ ബാക്ക് കോംബ് ചെയ്ത് അതിനെ ചീകി ഒതുക്കുകയാണ്. മിനിറ്റുകൾ കൊണ്ട് നല്ല സൂപ്പർ ബ്രൈഡായി മാറി. അത് വളരെ കുറച്ച് പ്രോഡക്റ്റ് ഇട്ട് എങ്ങനെ മാക്സിമം നല്ല പോലെ മേക്കപ്പ് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നല്ല റെഡ് ലിപ്സ്റ്റിക്കും കൂടെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു മേക്കപ്പ് കാണാനും. വൈകുന്നേരം ആയിട്ട് പോലും ആ മേക്കപ്പിന് യാതൊരു പ്രശ്നവും പറ്റിയിട്ടില്ല. നല്ല മേക്കപ്പ്, ഫിനിഷിംഗ് ഉള്ള മേക്കപ്പായിരുന്നു. ഇനി ഒരു മുസ്ലിം ബ്രൈഡ് കൂടെ ഉണ്ട്. അത് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് മുസ്ലിം ബ്രൈഡ് കാണിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് എൻ്റെ യൂട്യൂബിൻ്റെ മോട്ടിവേഷൻ സ്പീക്കർ എൻ്റെ ആശാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു. സാധാരണ നമ്മൾ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ഉള്ളതിനേക്കാളും നല്ല ഫുഡ് തന്നെയായിരുന്നു അവർ തന്നത്. ചോറ്, പുളിശ്ശേരി, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെന്താ നെത്തോലി പീര, നെയ്മീൻ മീൻ കറി, പിന്നെ എന്തൊക്കെ ഐറ്റം ഉണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണാൻ പറ്റും. ഇത് കൊഞ്ച് ചമ്മന്തിയാണ്. പിന്നെ മുട്ടക്കോസ് തോരൻ, അച്ചാറ്, പപ്പടത്തോരൻ, പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫുഡ് കഴിച്ച് വന്നിട്ടാണ് ഐസ്ക്രീം കഴിച്ചത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അനുചേച്ചിയാണ് എനിക്ക് സെർവ് ചെയ്യുന്നത്.
അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗ്യാങ്ങായിട്ട് പോയി ഒരു സ്ഥലത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷമുള്ള വീഡിയോ ആണ്. ആ ലഞ്ച് ബ്രേക്കിൻ്റെ ഇടയിൽ ആരെങ്കിലും പാട്ട് പാടാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ ഒരാൾ കയറി മനോഹരമായിട്ട് പാടി. അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിലെ ലയയുടെ ഹസ്ബൻഡാണ് പാട്ട് പാടുന്നത്. നമ്മുടെ മാനം കാത്തു എന്നൊക്കെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ പാടിയപ്പോൾ നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലയ വന്ന് നമ്മുടെ കുറേ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് തന്നു. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന തിരക്കിലായിരുന്നു എല്ലാവരും കൂടെ. ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാമെന്ന്, പക്ഷെ വീഡിയോ ആയിരുന്നു ആളെടുത്ത് തന്നത്. അതിന് ശേഷമുള്ള വീഡിയോസാണിത്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.